എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ സിനിമ ഒരു തിയേറ്റർ വിജയമല്ല. പക്ഷേ കാലങ്ങൾക്കിപ്പുറം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരൊറ്റ സീൻ വെച്ച് പോപ്പുലറായി മാറിയ ഒരു ചരിത്രവും ഈ സിനിമയ്ക്കുണ്ട്. സേതുരാമയ്യർ CBIയും കാഴ്ചയും ബ്ലാക്കും വേഷവും ഒക്കെ ഇറങ്ങിയ അതേ വർഷം പുറത്തിറങ്ങിയ ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു ഇത്. എന്നാൽ അന്ന് ഞാൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതും ബോക്സ് ഓഫീസ് വിജയങ്ങളുമായിരുന്നെങ്കിലും ഈ പടം ഈ രണ്ട് കാറ്റഗറിയിലും വർക്കായില്ല. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ സ്ക്രീൻ സ്പേസ് കുറവായതായിരിക്കാം അതിന് കാരണം. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ മമ്മൂട്ടി മോഹൻലാൽ ടീമിനെയൊന്നും അധികം ഹൊറർ ടച്ചുള്ള സിനിമകളിൽ കാണാൻ കിട്ടില്ലല്ലോ. ഇവരുടെ മുഴുവൻ കരിയർ എടുത്താലും മോഹൻലാലിന് മണിച്ചിത്രത്താഴും ദേവദൂതനും വിസ്മയത്തുമ്പത്തുമെങ്കിലും ഉണ്ട്. മമ്മൂട്ടിക്ക് അത് നന്നേ കുറവാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രം യുണീക്കാണ്. ഇനി ആ മമ്മൂട്ടി ഫാക്ടറിങ് എടുത്തു മാറ്റി വെച്ചാൽ അതർവൈസ് നോക്കുമ്പോഴും ഇതൊരു നല്ല പടം തന്നെയാണ്. കാരണം ഈ ഓജോ ബോർഡ് പരിപാടിയൊക്കെ മലയാളത്തിൽ ആദ്യമായി വന്നത് ഈ പടത്തിലൂടെയാണെന്നാണ് എന്റെ അറിവ്. സോ കൺസെപ്റ്റ് വൈസും ഇത് യുണീക്കും ഫ്രഷുമായിരുന്നു. ആൻഡ് കാര്യം പടം വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇതിലെ കുയിൽപ്പാട്ടിൽ ഊഞ്ഞാലാടാം എന്നൊരു സോങ് പണ്ടെന്റെ നാട്ടിൽ ഒരു ലോക്കൽ ചാനലിൽ എപ്പോഴും അവരിടുമായിരുന്നു. ACV എന്നോ കേരള വിഷനോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ചാനലിന്റെ പേര്. എനിവേസ് ഇതല്ലാതെ മമ്മൂട്ടി അഭിനയിച്ച ഹൊറർ എലമെന്റ് ഉള്ള വേറെ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഓഫ്കോഴ്സ് ഭ്രമയുഗം എന്ന ഉത്തരമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ 80s 90s 2000 തുടക്കങ്ങളിലോ ഉള്ള ഏതെങ്കിലും ഒരു സിനിമ.